ഹായ് ഗുഡ് മോർണിംഗ്. ടാരോട്ട് റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു അങ്ങനെ നോക്കാം. നമുക്ക് സമയം എങ്ങനെ അനുകൂലമാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ജീവിതത്തിൽ എന്താണ് ചേഞ്ച് വരുന്നത് നമുക്ക് നോക്കാം. എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി എനിക്കിവിടെ കണക്റ്റായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന റീഡിങ് തരാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നേ. നിങ്ങളങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കൊരു സപ്പോർട്ടാണ് നിങ്ങളുടെയൊക്കെ. ഇത്രയും നാളിനെ ഇത്രയും ഒരു വീഡിയോ ഒക്കെ എൻ്റെ കണ്ട് ഇത്രയും സപ്പോർട്ട് തരുകയും ഒത്തിരി സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത് എൻ്റെ കൂടെ നിന്നതിന് ഒത്തിരി നന്ദി എല്ലാവർക്കും. നമുക്ക് നോക്കാം കാർഡ് എന്താ വരുന്നതെന്ന്. ഫസ്റ്റ് വന്നത് 4 കപ്സ് ആണ് വന്നിരിക്കുന്നത്. 4 കപ്സ് എന്താ നമുക്ക് ക്ലാരിറ്റി എടുക്കാം എന്താണെന്ന്. അതുകൊണ്ട് ബാക്കി കാർഡ് എടുക്കാം. കപ്സിന് 8 ഓഫ് സോഴ്സ്, 7 ഓഫ് സോഴ്സ് കാണാമോ, 7 ഓഫ് സോഴ്സ്, ടവറും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ക്ലാരിറ്റി എടുത്തിട്ട് നമുക്ക് അടുത്ത കാർഡ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തൊരു കാര്യം നേടാൻ പറ്റിയില്ല, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയോട് നിങ്ങൾ അതിന് നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ശ്രമിച്ചെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു തിരിച്ചടിയാണ് കിട്ടിയത്. പാസ്റ്റിൽ എന്തൊരു കാര്യം അത് ആ ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ആ ഒരു വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്ത് കാണും. അല്ലെങ്കിൽ നിങ്ങളുടെ എപ്പോഴും മനസ്സിൽ അത് നടക്കത്തില്ല, എന്നിട്ടും എത്ര എഫേർട്ട് ഇട്ടാലും അത് നടക്കത്തില്ല, എനിക്ക് കിട്ടത്തില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകളായിരിക്കാം. അങ്ങനെ എന്തോ നേടാൻ പറ്റാത്തതിൽ നിങ്ങൾക്ക് അതിന് ശരിക്കും അത് നിങ്ങൾ പ്രതീക്ഷിച്ചെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അത് കിട്ടാത്തതിൽ വിഷമിച്ചിരിക്കുന്ന എനർജി കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഫസ്റ്റ് കാർഡ് വന്നത്. ഇനി ബാക്കി കാർഡ്സ് എടുക്കാം. ഞാനൊരു 4 കപ്സ് തന്നെ ആദ്യം വന്നോടൊരു ക്ലാരിറ്റി എടുത്തതാണ്. അപ്പം നിങ്ങളുടെ പാസ്റ്റിൽ എന്തോ ഒത്തിരി നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ആ ഒരു കാര്യം നേടാൻ പറ്റിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ. അത് ചിലപ്പം ഏതെങ്കിലും വ്യക്തികളോ അവരുടെ പ്രവൃത്തികളോ കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതായിരിക്കും. ആ ഒരു കാര്യത്തിന് വിഷമിച്ചിരിക്കുന്ന എനർജി കാണിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ വന്നത് 9 ഓഫ് പെന്റക്കിൾസ്. അപ്പം നിങ്ങൾ ആ പാസ്റ്റിൽ നിങ്ങൾ എന്താണോ നേടാൻ പറ്റാതെ വിഷമിച്ചിരുന്നു ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരുവാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾ പാസ്റ്റിൽ എത്ര ആഗ്രഹിച്ചിരുന്നോ, എത്രമാത്രം അതിന് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്നു, ആ ഒരു കാര്യം ഇപ്പം ഈ ഒരു ദിവസം നിങ്ങൾക്കത് അനുകൂലമായി കിട്ടും. ഫിനാൻഷ്യലി ആണെങ്കിലും അബണ്ടൻസ് ആണ്. അങ്ങനെ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരുന്നത്, അതിലൂടെ നിങ്ങൾ ഒരുപാട് സന്തോഷം, ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുന്ന ദിവസം. നമുക്ക് ഇനി അടുത്ത കാര്യം നടക്കേണ്ടതാണ് 6 ഓഫ് വൺസ് ആണ്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ഇത്രയും മുമ്പോട്ട് പോയതും ആ ഒരു കാര്യത്തിന് കഷ്ടപ്പെട്ടതും നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിനായിരുന്നെന്ന് ഇന്നത്തെ ദിവസം മനസ്സിലാകുന്നുണ്ട്. കാരണം അത്രയും നിങ്ങൾക്ക് ആ ഒരു പാസ്റ്റിൽ ചെയ്ത കാര്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതോടെ നിങ്ങളുടെ ആ ഒരു കഴിവുകൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന നിമിഷങ്ങളാണ്. കാരണം നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് മതി. നിങ്ങൾക്ക് കോൺഫിഡൻസിൽ മുമ്പോട്ട് പോയാൽ നിങ്ങൾ എത്ര കഷ്ടപ്പെടുന്നു അതിന് കറക്റ്റായിട്ട് ആ ഫലം ഡിവൈൻ നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ദിവസം. കാരണം അത്രയും നിങ്ങൾ ആ ഒരു പാസ്റ്റിലെ കാര്യം അത് പോയി എന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചിരുന്ന എന്തൊരു കാര്യമാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. ആ തിരിച്ചു വരുന്ന ഒരു കാര്യത്തിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ്. നിങ്ങൾക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്തുമായാലും വിജയിക്കാൻ സാധിക്കും എന്നൊരു തോന്നൽ. പിന്നെ ഒരു യാത്രയുടെ കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമാണ്. ഒരു കാർഡ് എടുക്കാം. ആർക്കും തോന്നില്ല അപ്പുറത്ത് മരം വെട്ടുന്ന അതിൻ്റെ ബഹളമായി കേൾക്കുന്ന അപ്പുറത്ത്. ഓക്കെ, നൈറ്റ് സോഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു യാത്രയുണ്ട്. അതല്ല യാത്രയ്ക്ക് വല്ലതും റെഡിയായിരിക്കുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ഒരു യാത്ര അനുകൂലമാണ്. ആ യാത്രയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടുന്നതാണ്. സന്തോഷമാണോ ആഗ്രഹിക്കുന്നത്, നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു യാത്രയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതല്ല എന്തെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോയി അത് നേടാനാണെങ്കിൽ അതും നേടും.
എന്തായാലും ഫസ്റ്റ് ഒരു കാർഡ് വന്നത് മാത്രം 4 ഓഫ് കപ്സ് വന്നത്, അത് നിങ്ങൾ പാസ്റ്റിലെ എന്തോ കാര്യം നഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നു എന്നാണ് കേട്ടോ. ഞാൻ ആദ്യം വെച്ച് എന്തോ ഇനിയും വിഷമമാണെന്ന് വിചാരിച്ചു. അപ്പോൾ അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു കാര്യം തിരിച്ചു വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അതോടെ വിക്ടറി ആൻഡ് സക്സസ് കാർഡും വന്നിട്ടുണ്ട്. പിന്നെ യാത്രപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വിദേശ യാത്രയ്ക്കോ അതെല്ലാം വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ജോലിപരമായിട്ടൊക്കെ അത് ഇന്നത്തെ ദിവസം നടക്കും. നിങ്ങൾക്ക് എന്തായാലും അതിൽ നിന്നൊരു പോസിറ്റീവായിട്ടൊരു റിസൾട്ട് കിട്ടിയിരിക്കും ആ ഒരു യാത്രയുടെ സംബന്ധിച്ച്. അതല്ല നിങ്ങൾ ഫാമിലിയായിട്ട് ഒക്കെ കുറേ നാൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തതായിരിക്കാം, എല്ലാവരും ഒത്തൊരു ടൂറോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊരു യാത്രയൊക്കെ, അത് ആയാലും ഇന്നത്തെ ദിവസം നടക്കും. ഇതിന് ബോട്ടം വന്നേക്കുന്നത് ഹാങ്ഡ് മാനാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചാണ് വന്നേക്കുന്നത്. പാസ്റ്റിൽ നിന്നുള്ള നിങ്ങളുടെ നെഗറ്റീവായ തോട്ട്സ് ഇല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾ ഒത്തിരി വിശ്വസിച്ച് സ്നേഹിച്ച് ഏതെങ്കിലും ഒരു വ്യക്തികളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു തിരിച്ചടി കിട്ടി, അതിൽ നിങ്ങൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, കാരണം നിങ്ങളുടെ പിന്നുള്ള പ്രതീക്ഷകളെല്ലാം ഫ്യൂച്ചറിൽ നഷ്ടപ്പെട്ടു. ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും നേടാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള വ്യക്തികളുടെ എനർജി കാരണം നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് തോട്ട് വന്നിട്ട്, അപ്പം നിങ്ങൾ ആ ഒരു എനർജിയിലായിരുന്നു ഇത്ര നാളിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം ആ ഒരു പാസ്റ്റിലെ കാര്യം നടക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടുവാണ്. നിങ്ങൾക്ക് എന്ത് കാര്യവും ഈസി ആയിട്ട് നേടാൻ സാധിക്കും. എല്ലാ കാര്യവും നിങ്ങൾക്ക് അനുകൂലമായി വരും. നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നിങ്ങൾക്കതിന് ഫലം കിട്ടും എന്നൊക്കെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നതാണ്. ആരുടെ ഹെൽപ്പില്ലെങ്കിലും പൂർണ്ണ വിജയം പൂർണ്ണ വിജയത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്നൊക്കെ ഒരു നല്ല ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ യാത്രയാണ്. യാത്ര എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ജോലിപരമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തോട് ആഗ്രഹിക്കുമെങ്കിൽ ഇന്നത്തെ ദിവസം അത് നടന്നിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി. ഹാങ്ഡ് മാൻ വന്നിട്ട് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചാണ്. ആ പാസ്റ്റിലെ എല്ലാ നെഗറ്റീവും പോയിട്ട് തിരിച്ചടി കിട്ടിയതെന്നൊക്കെ മാറി നിങ്ങൾ വിജയിച്ച് വന്നു, ഒരു വിജയശ്രീലാളിതായി മുമ്പോട്ട് പോകുന്ന എനർജിയാണ്. പിന്നെ ഫിനാൻഷ്യലി അബണ്ടൻസ് കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി നല്ലൊരു അബണ്ടൻസിൽ എത്തി ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങൾ തിരിച്ചു പിടിക്കും. കാരണം അത്രയും നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഓക്കെ, ഞാൻ അധികം പറയുന്നില്ല, സൗണ്ട്. ഓക്കെ, താങ്ക് യു.